മുംബൈ ഭീകരാക്രമണം വെറും ഒരു ഭീകരാക്രമണമായിരുന്നില്ല, മറിച്ച് സ്വന്തം ജനതയുടെ ജീവൻ ശത്രുവിന് പണയം വെച്ചുകൊണ്ട് കോൺഗ്രസും പാകിസ്ഥാന്റെ ISIയും ചേർന്ന് നടത്തിയ ഒരു ഒത്തുകളിയായിരുന്നു. ഇത് ഞാൻ പറഞ്ഞതല്ല. മുൻ ആഭ്യന്തര മന്ത്രാലയ അണ്ടർ സെക്രട്ടറി RVS മണി 2 ദിവസം മുൻപ് ഒരു അഭിമുഖത്തിൽ പങ്കുവെച്ച ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ്. 26/11 I have said it on very occasion, it's a fixed match between ISI and INC. Indian National Congress and ISI. കഴിഞ്ഞ 7-8 വർഷങ്ങളായി താൻ ഇതേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നും ധൈര്യമുണ്ടെങ്കിൽ കോൺഗ്രസ് നേതാക്കളോട് ദേശീയ മാധ്യമങ്ങളിൽ ഇതിന് മറുപടി പറയാനും അദ്ദേഹം വെല്ലുവിളിക്കുകയും ചെയ്തു. 2008 ഡിസംബർ 10 അന്നത്തെ കേന്ദ്രമന്ത്രി P. ചിദംബരം ലോക്സഭയിൽ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഭീകരർ എത്തിയ ആ കപ്പൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും നേവിയും പാകിസ്ഥാന്റെ സമുദ്രാതിർത്തിയിൽ വെച്ച് തന്നെ കണ്ടെത്തിയിരുന്നുവെന്നും, എന്നാൽ പിന്നീട് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചില്ലെന്ന വിചിത്രമായ കാരണം പറഞ്ഞ് ആ നിരീക്ഷണം പാതി വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ഏതൊരു സുരക്ഷാ ഏജൻസിയും ഇത്തരം സംശയകരമായ നീക്കങ്ങൾ കണ്ടാൽ നിരീക്ഷണം ശക്തമാക്കുകയുള്ളൂ. എന്നിട്ടും കോസ്റ്റ് ഗാർഡ് ഈ നിരീക്ഷണം ഉപേക്ഷിച്ചത് മുകളിൽ നിന്നുള്ള വ്യക്തമായ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കുമെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. അന്നത്തെ PMOയിലെ സഹമന്ത്രിയായിരുന്ന പൃഥ്വിരാജ് ചവാന്റെ പ്രസ്താവനയും ഇതിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. ഇതിലും ഭീകരമാണ് ആക്രമണം നടന്ന ദിവസത്തെ സംഭവ വികാസങ്ങൾ. ഭീകരാക്രമണം നടക്കുന്ന സമയത്ത് ശിവരാജ് പാട്ടീലായിരുന്നു രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി. പക്ഷേ മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് ആണ് അന്ന് സോഫയിലിരുന്ന് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നതെന്ന് അദ്ദേഹം അഭിമുഖത്തിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ആക്രമണം തുടങ്ങിയ ദിവസം രാത്രി 9:30 തന്നെ അന്നത്തെ NSG ഡയറക്ടർ ജനറൽ JK ദത്ത് കമാൻഡോകളോട് മുംബൈയിലേക്ക് പോവാൻ ആവശ്യപ്പെട്ടതാണ്. എന്നാൽ അന്നത്തെ ആഭ്യന്തരമന്ത്രി ശിവരാജ് പാട്ടീൽ താനും അവരോടൊപ്പം വരാമെന്ന് വാശി പിടിച്ചുകൊണ്ട് കൺട്രോൾ റൂമിലും പിന്നീട് എയർപോർട്ടിലുമായി വിലപ്പെട്ട 2 മണിക്കൂറിലധികം സമയമാണ് മനഃപൂർവ്വം പാഴാക്കിയത്. രാജ്യം കത്തുമ്പോൾ നവി മുംബൈയിൽ നിന്നുള്ള CRPFനെയോ എയർപോർട്ടിലെ CISFനെയോ പ്രാദേശികമായി ഉടൻ തന്നെ വിന്യസിക്കാൻ RVS മണി ആവശ്യപ്പെട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ജോയിന്റ് സെക്രട്ടറി അദ്ദേഹത്തോട് പറഞ്ഞത്, കൂടുതൽ പ്രശ്നങ്ങൾക്ക് പോകാൻ നിൽക്കേണ്ട, മരിക്കുന്നവർ മരിക്കട്ടെ, അത് നമ്മുടെ തലയിൽ വരും, നാളെ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ നിന്നെ അവർ ജീവനോടെ ചുട്ടുകൊല്ലും. ആക്രമണം ആരംഭിച്ച് ഏകദേശം 8 മുതൽ 9 മണിക്കൂറുകൾക്ക് ശേഷം പുലർച്ചെ 2:15 മാത്രമാണ് ശിവരാജ് പാട്ടീൽ വീട്ടിൽ നിന്നിറങ്ങിയത്. മുംബൈയിൽ എത്തിയ ശേഷവും CISF DIG നൽകിയ ഔദ്യോഗിക പ്രോട്ടോക്കോളുകളുടെ പേരിൽ വീണ്ടും 15 മുതൽ 20 മിനിറ്റോളം വൈകിപ്പിച്ച ശേഷമാണ് വിമാനത്തിൽ നിന്ന് മറ്റുള്ളവരെ പോലും ഇറങ്ങാൻ അനുവദിച്ചത്. ഈ ചതിക്ക് പിന്നിൽ മറ്റൊരു തന്ത്രം കൂടി കോൺഗ്രസ് കരുതി വെച്ചിരുന്നു. എന്താണെന്നല്ലേ? ഈ ഭീകരാക്രമണം ഒരു ഹിന്ദു ഭീകരവാദമാക്കി ചിത്രീകരിക്കുക. അതിനായിരുന്നു അജ്മൽ കസബിന്റെ കയ്യിൽ ഒരു കാവിച്ചരട് അവർ ധരിപ്പിച്ചിരുന്നത്. ഒരുപക്ഷെ തുക്കാറാം ഓംബ്ലെ തന്റെ ജീവൻ ബലി നൽകി അജ്മൽ കസബിനെ അന്ന് പിടികൂടിയില്ലായിരുന്നെങ്കിൽ ഈ ആക്രമണം മുഴുവൻ ഒരു ഹിന്ദു ഭീകരാക്രമണമായി കോൺഗ്രസ് ചിത്രീകരിക്കുമായിരുന്നു. ചരിത്രം തന്നെ മറ്റൊന്നാകുമായിരുന്നു. സ്വന്തം രാജ്യത്തോടും ഈ രാജ്യത്തെ ജനങ്ങളോടും കോൺഗ്രസ് ചെയ്ത ഈ ചതി നമുക്ക് മറക്കാനാവുമോ?